ആ വാക്കുകൾ കേൾക്കെ മലർന്നു കിടന്നവൻ കലങ്ങിയ കണ്ണുകളോടെ അവരെ നോക്കി. ചിരിക്കാൻ മറന്നുപോയൻ്റെ ചുണ്ടുകളൊന്ന് പുഞ്ചിരിച്ചു എന്ന് തോന്നി അവർക്ക്. അവൾ നിന്റെ ഇമ നീയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു. ഇമ എന്ന പേരിൽ കുടുങ്ങിക്കിടന്നവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് സന്തോഷം കൊണ്ട് മാത്രമായിരുന്നു. ആൽഫി മോനെ, ഇങ്ങനെ സങ്കടപ്പെടല്ലടാ. അല്ലി കല്യാണത്തിന് സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാ കുഞ്ഞെ ഈ സങ്കടം? സെലിൻ അവൻ്റെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. സങ്കടം കൊണ്ട് അല്ല ആൻറ്റി, ഇതീ കണ്ണുനീര് സന്തോഷം കൊണ്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഇമ്മ ഒരുപാട് വേദനിച്ചുകൊണ്ടാവും ആൻറ്റി ഈ തീരുമാനത്തിൽ എത്തിയത്. എല്ലാവരും കൂടെ അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചിട്ട് ഉണ്ടാവും. ആൻറ്റിയും ഉണ്ട് ആ കൂടെയെന്ന് എനിക്കറിയാം. ആൽഫി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് മെല്ലെ, വളരെ മെല്ലെ പറഞ്ഞു. പറയുമ്പോൾ അവനുള്ളിൽ ചുവന്നു നിറഞ്ഞു നിൽക്കുന്ന 2 കണ്ണുകൾ തെളിഞ്ഞു നിന്നിരുന്നു. വേദനിച്ചിട്ടും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വേദനകളൊക്കെ നിന്റെ സ്നേഹം കൊണ്ട്, പ്രണയം കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. അല്ലിമയുടെ എല്ലാ വേദനകൾക്കുള്ള മരുന്നാണ് നിന്റെ പ്രണയം. സെലിൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അലിവോടെ പറഞ്ഞു. സെലിൻ പറഞ്ഞത് കേട്ടൊന്ന് മൂളിക്കൊണ്ട് അവൻ മുഖം 2 കൈകൊണ്ടും അമർത്തി തുടച്ചു. തറവാട്ടിൽ ചേട്ടായിമാരൊക്കെ അറിയുമ്പോൾ ആകെ ബഹളമാവും. അതൊക്കെ പ്രതീക്ഷിച്ച് വേണം ഇന്നിത് പറയാൻ. സെലിൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ആരാണ് ആൻറ്റി തൈബേലിക്ക് തറവാട്ടിൽ എന്നോട് ചോദിക്കാൻ വരാൻ ധൈര്യമുള്ളവർ? എൻ്റെ കാര്യത്തിൽ ആൻറ്റിക്കല്ലാതെ അഭിപ്രായം പറയാൻ മറ്റാർക്കും അവകാശമില്ല. ആൽഫി മുറുകിയ മുഖത്തോടെ പറഞ്ഞു. നീ ടെൻഷൻ ആവണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പിന്നെ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു തറവാട്ടി പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. സെലിൻ അവനെയും കൂട്ടി താഴേക്ക് ഇറങ്ങുന്നതിനിടെ പറഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണിനെ എനിക്കൊപ്പം കൂട്ടുന്നതിന് എന്തിനാ മറ്റുള്ളവരെ പേടിക്കുന്നത്? അവർക്ക് പേടിയും ടെൻഷനും തോന്നണം എൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ആൾക്ക്. എന്തിനൊക്കെയോ ഉള്ളിൽ നിറഞ്ഞ വെറുപ്പോടെ ആൽഫി പറഞ്ഞു. ടെൻഷൻ ആവരുത് മോന് നീ. ഇനി നീ തനിച്ചല്ല, നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് ഒരു പെണ്ണും കുഞ്ഞുമുണ്ട്. അത് നീ മറന്നു പോകരുത്. സെലിൻ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ പറഞ്ഞു. കുഞ്ഞെന്ന് സെലിൻ പറയുമ്പോഴൊക്കെ അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞിരുന്നു. നിങ്ങൾക്ക് മുഴുഭ്രാന്താണോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഗർഭിണിയായ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു. ഈ നാട്ടിൽ നടക്കുന്നൊന്നും നിങ്ങൾ കാണുന്നും കേൾക്കുന്നുമില്ലേ? ആരെന്നോ എന്തെന്നോ അറിയും മുമ്പ് കല്യാണക്കാരും പറഞ്ഞ ഉടനെ അലറിക്കൊണ്ട് നിത്യ ചോദിച്ചു. എങ്കിൽ ഞാൻ അവളെ കെട്ടിക്കുന്നില്ല. അവളുടെ സകല കാര്യവും നോക്കി നീയും നിന്റെ ഭർത്താവും കൂടെ സംരക്ഷിച്ചോളാം എന്ന് എനിക്ക് വാക്കുതാ. ഒപ്പം ഈ വീടും സ്ഥലം അവളുടെ പേർക്ക് എഴുതുകയും വേണം. എന്താ സമ്മതമാണോ? നിത്യ ചോദിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ ബിന്ദു തിരികെ പറഞ്ഞു. അതെങ്ങനെ നടക്കും? ഇതെന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്, അല്ലാതെ ആർക്കോ പേച്ചുണ്ടായവൾക്ക് ഉള്ളതല്ല. നിത്യ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ നീയോ നിന്റെ ഭർത്താവോ ഇനി ഒരിക്കലും എൻ്റെ മോളുടെ കാര്യത്തിൽ ഇടപെടരുത്. അവളെ എവിടെയെങ്കിലും ആരുടെ ഒപ്പമെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം നാളെ നടക്കുന്ന രജിസ്റ്റർ വിവാഹത്തിൽ പങ്കെടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നിത്യയുടെ അടുത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദീപുവിനെ പുച്ഛത്തിലൊന്ന് നോക്കിയിട്ട് ബിന്ദു പറഞ്ഞു. നിങ്ങളെന്താ ദീപുവേട്ട മിണ്ടാതെ നിൽക്കുന്നേ? നിത്യ അവൻ്റെ നിൽപ്പ് കാണി ദേഷ്യത്തിൽ തിരക്കി. ഒരുത്തൻ്റെ കൂടെ പോയി വയറ്റിലൊരു കുഞ്ഞുമായിട്ട് വന്നു. ഇനിയിപ്പോൾ അടുത്തവൻ്റെ കൂടെ പോയി അടുത്തൊന്നും കൂടെ ആവുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. എൻ്റെ മോള് ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇവിടെ സംസാരിച്ചതൊക്കെ പുറത്തുനിന്ന് കേട്ട നളിനി അകത്തേ കയറി വന്നു പറഞ്ഞു. നിന്റെ മോളുടെ സമാധാനം ഏത് വിധത്തിലാണ് നളിനി എൻ്റെ കൊച്ച് ഇല്ലാതെയാക്കിയത്? ദൈവത്തിന് നിരക്കാത്തത് പറയുകയോ ചെയ്യുകയോ പാടില്ല നളിനി. ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദീപുവിനൊന്ന് നോക്കിയിട്ട് നിറഞ്ഞ കണ്ണൊന്ന് തുടച്ചുകൊണ്ട് ബിന്ദു പറഞ്ഞു. അല്ലേ, ഇത്രയുമൊക്കെ പറയാൻ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? താടിൽ കൈത്താങ്ങി അതിശയം ഭാവിച്ചുകൊണ്ട് നളിനി തിരക്കി. അമ്മ മിണ്ടാതിരിക്കി. ഇനിയിപ്പോൾ കെട്ടാൻ പോകുന്നവനെ കണ്ടിട്ടാണോ ആ വിനോദിനെ വേണ്ടാന്ന് വെച്ച് അല്ലി ഇങ്ങ് പോന്നത് എന്ന് ആർക്കറിയാം? എല്ലാത്തിനും കൂട്ടുനിൽക്കാൻ ദാ ഇതുപോലെ ഒരാൾ ഉണ്ടെങ്കിൽ ആരും പേടിക്കണ്ടല്ലോ. ബിന്ദുവിനെ നോക്കി അവജ്ഞയോടെ നിത്യ പറഞ്ഞു. കേട്ടു നിന്നോ ദീപു, നിന്റെ പെറ്റമ്മയാണ് ഈ പറയുന്നത്. നാളെ ഒരിക്കൽ നിന്നെ ഇതുപോലെ നിർത്താതെ ഇരിക്കട്ടെ. വേദന നിറഞ്ഞ ചിരിയോടെ ബിന്ദു പറയുമ്പോൾ അല്ലി ഇതൊന്നും കേട്ടില്ലല്ലോ എന്നത് ആകെ ഒരു സമാധാനം. നീ ഒന്നുകൊണ്ടും വിഷമിക്കല്ലേ അല്ലി. സെലീന മാഡം ആരെയും ചതിക്കില്ല. അവർ നല്ലൊരു സ്ത്രീയാണ്. അതുപോലെ ഈ സാറും അവിടെ വന്നിട്ടുണ്ട്. ആരോടും ഒന്നും സംസാരിക്കില്ല. ഒന്ന് പുഞ്ചിരിച്ച് കടന്നു പോകും. രാധു എപ്പോഴൊക്കെയോ ആൽഫിയെ കണ്ടത് ഓർത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് അവരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും അറിയേണ്ട രാധു. ഈ വിവാഹം അതെൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയ്ക്ക് വേണ്ടി മാത്രം. ജന്മം കൊടുത്ത അച്ഛന് വേണ്ടാത്ത എൻ്റെ കുഞ്ഞിനെ കൂടെ സ്വന്തമായി
അയാൾക്ക് വേണമെന്ന് പറഞ്ഞു എന്ന് അമ്മ പറയുന്നു. ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിക്കുന്നു. സ്വന്തമല്ലാത്തതിനെയും അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഞാനും വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞിനെയും അയാൾ സ്നേഹിക്കുമായിരിക്കും. ബിന്ദുവിനെ മനസ്സിലോർത്തുകൊണ്ട് അല്ലി പറഞ്ഞു. എല്ലാം നല്ലതിനാണെന്ന് കരുതി മുന്നോട്ട് പോകാൻ നോക്കും മോളെ. ചിലപ്പോൾ നിന്റെയും ഈ കുഞ്ഞിൻ്റെയും ഭാഗ്യമാവും ഈ വിവാഹം. അല്ലിയുടെ തലയിൽ തലോടിക്കൊണ്ട് രമ പറഞ്ഞു. നിനക്ക് ആ സാറിനെ കണ്ട് ഒന്ന് സംസാരിച്ചൂടെ അല്ലി? നിന്റെ മനസ്സിലെ ആകുലതകളൊക്കെ ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ. ചോദിച്ചുകൊണ്ട് രാധു അവളുടെ കരുവാളിച്ചു പോയ മുഖത്തേക്ക് വേദനയോടെ നോക്കി. എന്താണ് രാധു, ഞാൻ ആ ആളോട് സംസാരിക്കേണ്ടത്? എനിക്ക് അയാളെ അറിയില്ല, ഒന്നും അറിയില്ല. എൻ്റെ ജീവിതം ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനല്ല പോകുന്നത്, ആരുടെയൊക്കെയോ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പോകുന്നു. എന്തായാലും എൻ്റെ അമ്മയെ ഇനിയും സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ. അമ്മ വേദനിക്കുന്നു എന്ന് തോന്നിയിട്ട് എന്തോ വയറ് ശക്തമായൊരു പിടച്ചിലെറിഞ്ഞല്ലി. ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട, സ്വയം മനസ്സിലോർത്തുകൊണ്ട് വയറിൽ മൃദുവായി തലോടി അല്ലി. രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് ആൽഫിക്കൊപ്പം ഇറങ്ങുമ്പോൾ പോലും അല്ലി മുഖമുയർത്തി അവനെ ഒന്ന് നോക്കിയില്ല. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. ആൽഫി, അവൾക്ക് കുറച്ചുകൂടെ സമയം വേണ്ടിവരും എന്ന് നിനക്ക് അറിയില്ലടാ. ബിനോയ്, ആൽഫിയുടെ കസിൻ, അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അറിയാമെടാ, പക്ഷെ ഇപ്പോൾ എൻ്റെ അല്ലേ, എൻ്റെ ഇമ്മയല്ലേ. നനവൂർന്ന മിഴികൾ ചിമ്മി അടച്ചുകൊണ്ട് അവൻ സ്വയം പറഞ്ഞു. അവൾക്ക് നിന്നെ മനസ്സിലാകും, പക്ഷേ നീ മനസ്സ് കൈവിടാതെ കാത്തിരിക്കണം. ബിനോയ് അവൻ്റെ കാതിൽ മെല്ലെ പറഞ്ഞു. അതിന് ആൽഫി ഒന്ന് മൂളി. അപ്പോഴും കണ്ണുകൾ ബിന്ദുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് മുഖം കുനിച്ച് നിൽക്കുന്നവളിൽ ആയിരുന്നു. ബിന്ദു, മിന്നുകെട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് മതി എന്നാണ് ആൽഫി പറഞ്ഞത്. അത് മതിയോ, അതോ നിങ്ങളുടെ വിശ്വാസപ്രകാരം അമ്പലത്തിൽ വെച്ച് വേണമോ? സെലിം ബിന്ദുവിനോട് തിരക്കി. മോൻ പറയുന്നത് പോലെ ചെയ്യാം. ഒരിക്കൽ അമ്പലത്തിലൊക്കെ വെച്ച് കെട്ടിപ്പോയിട്ട് എന്തായി? ബിന്ദു ആരോട് എന്നില്ലാതെ പറഞ്ഞു. ആൽഫി അപ്പോഴും മുഖം തിരിച്ച് അല്ലിയെ നോക്കി. അവളുടെ കയ്യിലെ പിടി ബിന്ദു വിട്ടാൽ അപ്പോൾ താഴെ വീഴും മട്ടിൽ വാടിക്കുഴിഞ്ഞു നിൽക്കുന്നവളെ കാണി അവൻ്റെ ഉള്ളം ആർദ്രമായി. ഹിമ, ആൽഫിക്ക് അവളെ ചേർത്ത് പിടിക്കാൻ തോന്നി. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല എന്ന് പറയാൻ തോന്നി. പക്ഷെ അവളിലേക്ക് എത്താൻ മനസ്സിലുള്ളതൊക്കെ ഒന്ന് തുറന്നു പറയാൻ, അവളത് കേൾക്കാൻ ഒന്ന് നിന്നു തരാൻ ഒക്കെ ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമെന്ന് ആൽഫി ഒരിക്കൽ കൂടി ഓർത്തുപോയി. ഇനി നിന്ന് സമയം കളയണ്ട, നമുക്ക് വീട്ടിലേക്ക് പോയാലോ ആൽഫി? സെലിൻ അവനോട് തിരക്കി. എല്ലാവരും വീട്ടിലേക്കല്ലേ ആൻറ്റി? രേണുകയും ശാന്തിയും രാധുവും ഉൾപ്പെടെ കമ്പനിയിലെ സ്റ്റാഫ് എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നോളാം. ഞങ്ങൾക്ക് പിന്നാലെ നീയും അല്ലിയും വന്നാൽ മതി. സെലിൻ പറഞ്ഞത് കേൾക്കെ അല്ലി ദയനീയമായി ബിന്ദുവിനെ നോക്കി. ഒന്നുമില്ല, അമ്മയുടെ കുഞ്ഞ് പേടിക്കണ്ട. ആ മോൻ്റെ കൂടെ വന്നാൽ മതി, അതാണ് അതിൻ്റെ ശരിയും. അവളുടെ ആ നോട്ടം കാണെ നെഞ്ചു നീറിയെങ്കിലും അല്ലിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ആൽഫിയുടെ കാറിൽ അവനരികിൽ കൊണ്ടുപോയി ഇരുത്തി ബിന്ദു. ഡ്രൈവിംഗ് സീറ്റിൽ ബിനോയ് ആയിരുന്നു, പിന്നിൽ അല്ലിയും ആൽഫിയും. പതിയെ പോയാൽ മതി ബിനോയ്. കാർ സ്റ്റാർട്ട് ചെയ്തതും ആൽഫി പറഞ്ഞു. അല്ലി ഒന്ന് ഉൾക്കൊള്ളാനാവാതെ വല്ലായ്മയോടെ മുഖം കുനിച്ച് ഇരുന്നതേയുള്ളൂ. അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിലായിരുന്നു. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ബിനോയ് തിരിഞ്ഞു നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. അതിന് ആൽഫി ഗൗരവത്തിലൊന്ന് മൂളിയതേ ഉള്ളൂ. അല്ലി കൊച്ചേ, ബിനോയ് വിളിക്കുന്നത് കേൾക്കെ മടിയോടെ അല്ലി മുഖമുയർത്തി അവനെ നോക്കി. ഞാൻ ബിനോയ്, ഇവൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോനാണ്. എനിക്കിവൻ എൻ്റെ എല്ലാമാണ്, ഫ്രണ്ട്, സഹോദരൻ ഒക്കെ. അതുപോലെ തന്നെ നീ എനിക്ക് സഹോദരിയും. ഇനി മുതൽ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. എന്താ ആവശ്യമുണ്ടെങ്കിലും നീ ചേട്ടായിയോട് പറഞ്ഞാൽ മതി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിയാണ് ബിനോയ് അവളോട് പറയുന്നത്. 2 ദിവസം മുമ്പ് വരെ കൂടെ പിറപ്പായി കൊണ്ടു നടന്നവൻ കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഒരു ബന്ധവുമില്ലാതെ ഇന്ന് കണ്ടൊരുവൻ ആ സ്ഥാനം വെച്ചു നീട്ടുന്നു. അതൊക്കെ ഓർക്കെ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എടാ, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ? ഇപ്പോൾ നീ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്കിക്കേ. അവളുടെ നിറഞ്ഞു തൂവുന്ന കണ്ണും ചുവന്ന മുഖവും കണ്ട ആൽഫി കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം അടക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. പിന്നെ ബിനോയ് കൂടുതലൊന്നും സംസാരിച്ചില്ല. ആ കാറ് തൈവേലിക്കൽ വീട്ടിലേക്ക് പാഞ്ഞു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആ പെണ്ണ് ഡിവോഴ്സ് കിട്ടി 3-ാം നാള് മറ്റൊരുത്തനെ കെട്ടിയെന്ന്, അതും ഗർഭിണിയായിരിക്കെ. ഇത്രയും മുട്ടി നിൽക്കുമായിരുന്നോ വിനു അവൾ? അതോ ഇനി ആ കുഞ്ഞും അവൻ്റേതായിരിക്കുമോ? അവൻ ഡോക്ടറാണെന്ന് പറയുന്നു. ഉള്ളിൽ നുരഞ്ഞ അസൂയ അടക്കി പിടിച്ചുകൊണ്ട് ഡാലി ചോദിച്ചു. എനിക്കറിയില്ല. അവൾക്ക് എങ്ങനെ മറ്റൊരാളെ? അല്ലിക്ക് മറ്റൊരു അവകാശി, അതും ഇത്ര പെട്ടെന്ന്.
വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇനി ഡാലിയ പറഞ്ഞതുപോലെ ആ കുഞ്ഞ് അവൻ്റേതാകുമോ? വിനോദിന് തലപെരുക്കും പോലെ തോന്നി. വിനു എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ തുടങ്ങിയ ബന്ധമാവാനാണ് സാധ്യത. അവനൊരു കോടീശ്വരനാണെന്നാണ് അറിഞ്ഞത്. പുറത്ത് എവിടേക്കോ പോയി പഠിച്ചിട്ടൊക്കെ വന്നതാണ്. ചുമ്മാതെയല്ല നിന്റെ ഒരു രൂപ പോലും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞത്. നീയായാലും ആ ആൽഫ്രഡ് അലക്സ് ആയാലും കോടീശ്വരന്മാർ. ആ പെണ്ണിൻ്റെ ഒരു യോഗം. അതുമാത്രമല്ല, നീ ഇയാളെ കണ്ടിട്ടുണ്ടോ വിനു? സുന്ദരനായ മസിൽമാൻ എന്നൊക്കെ പറയാം. ഡാലിയ ആൽഫിയുടെ ഫോട്ടോ കണ്ടത് മനസ്സിലോർത്തുകൊണ്ട് ആകെ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു. നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഡാലിയ? അവളെപ്പറ്റി ഇനി പറയണ്ട. ഇപ്പോൾ അവളെൻ്റെ ആരുമല്ല. എനിക്ക് തലവേദനിക്കുന്നു. സുനിതയോട് ഒരു കോഫി ഉണ്ടാക്കി തരാൻ പറയാൻ പറ്റുമോ നിനക്ക്? ഇരു കൈകൊണ്ടും തലമുടിയിൽ അമർത്തിപ്പിടിച്ച് കുനിഞ്ഞിരുന്നു കൊണ്ട് വിനോദ് അലറി. യോ, എന്തു പറ്റി വിനു? സുനിത പോയല്ലോ. ഞാനിപ്പോൾ കോഫി ഉണ്ടാക്കി തരാം. അവൻ്റെ തലയിലൊന്ന് തലോടിയിട്ട് മുഖത്തെ പുച്ഛം ഒളിപ്പിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. വിമല് കൊടുത്ത കത്തിച്ച മെഴുകുതിരിയുമായി തൈവേലിക്കൽ വീടിൻ്റെ പടി കയറുമ്പോൾ അല്ലിയുടെ മിഴികൾ നിറഞ്ഞു തൂവി. കരയല്ലേ കൊച്ചേ, എന്തിനെ ഇനിയും സങ്കടപ്പെടുന്നേ? എൻ്റെ ആൽഫി നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല മോളെ. അലിവോട് സെലിൻ അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു. തിരി സ്റ്റാൻഡിൽ വെച്ചിട്ട് അല്ലി സെലിനോട് ചേർന്ന് നിന്നു. മോനെ ആൽഫി, ഈ മിന്ന് കൊച്ചിൻ്റെ കഴുത്തിൽ കെട്ടിക്ക്. കയ്യിലിരുന്ന മിന്ന് ആൽഫിക്ക് നേരെ നീട്ടി അവൻ്റെ വെല്ലുമിച്ച് പറഞ്ഞു. ആൽഫി ആ മിന്ന് കയ്യിൽ വാങ്ങി അടുത്തേക്ക് വരുന്നത് കണ്ട് അല്ലി ഒരു പിടച്ചിലോടെ മുഖം തിരിച്ച് ബിന്ദുവിനെ നോക്കി. ഒന്നുമില്ലെന്ന് അവർ കണ്ണു ചിമ്മി കാണിച്ച നേരം തന്നെ ആ മിന്ന് ആൽഫി അവളുടെ കഴുത്തിൽ കെട്ടി. ഒപ്പം മുഖം കുനിച്ച് അല്പം മാത്രം വീർത്തു കാണുന്ന അവളുടെ വയറിൽ ചുണ്ടും ചേർത്തു. അടുത്ത നിമിഷം വാടിയ പൂവ് പോലെ അല്ലി കുഴിഞ്ഞു നിലത്തേക്ക് ഊർന്നുപോയി. വീഴും മുമ്പ് അവൻ്റെ കൈകൾ ആ ദേഹം താങ്ങി എടുത്തിരുന്നു.